എല്ലാവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൊറർ സിനിമകളും ഫീൽ ഗുഡ് സിനിമകളും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങളും അങ്ങനെ അത്രയും ജേണറിലുള്ള സിനിമകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി മറ്റൊരു ജേണറിലെ മറ്റൊരു മികച്ച ചിത്രം പരിചയപ്പെടാം. ടോബി എമറിച്ചിന്റെ രചനയിൽ ഗ്രിഗറി ഹോംബിൾ സംവിധാനം ചെയ്ത് 2000 പുറത്തിറങ്ങിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഫ്രീക്വൻസി. ഡെന്നിസ് ക്വഡ്, ജിം കാവിസൺ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആ വർഷത്തെ മികച്ച ചിത്രം കൂടി ആയിരുന്നു ഫ്രീക്വൻസി എന്ന് തന്നെ പറയാം. ഏതാണ്ട് 68 മില്യണിലധികം ചിത്രം ആ വർഷം കളക്ട് ചെയ്തിരുന്നു. ഇനി ചിത്രത്തിലേക്ക് വരാം. 1969 ന്യൂയോർക്ക് നഗരത്തിൽ ഒരു ടാങ്കർ മറിയുന്നു. ഇലക്ട്രിക് സബ്സ്റ്റേഷന്റെ അടിയിലേക്ക് ടാങ്കറിൽ നിന്നും ഇന്ധനം ഒഴുകുന്നു. അതിനടിയിൽ 2 പേര് പെട്ടുപോകുന്നു. എന്നാൽ അവരെ രക്ഷിക്കാനായിട്ട് ന്യൂയോർക്ക് നഗരത്തിലെ ഫയർഫോഴ്സ് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആർക്കും തന്നെ ഇറങ്ങാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ, ഫ്രാങ്ക് സള്ളീവൻ. അദ്ദേഹത്തിന്റെ ആത്മധൈര്യം വെച്ച് അദ്ദേഹം അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങുകയാണ്. മേലുദ്യോഗസ്ഥന്റെ ആജ്ഞകളൊന്നും തന്നെ വകവയ്ക്കാതെ അദ്ദേഹത്തിന്റെ ധൈര്യത്തെ മാത്രം മുറുകെ പിടിച്ച് അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം അവരെ രക്ഷിക്കുന്നു, തിരിച്ചു വരുന്നു. അവിടെയാണ് സിനിമയുടെ ആരംഭം. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തുന്നു. വീട്ടിൽ അദ്ദേഹത്തെ കാത്ത് ഭാര്യ ജൂലിയും മകൻ ജോണിയും കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് ചിത്രം 1999 എത്തുന്നു. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ജോണിയാണ്, ഫ്രാങ്ക് സള്ളീവന്റെ മകൻ. എന്നാൽ ആ വീട്ടിൽ ഇപ്പോൾ ജോണി ഒറ്റയ്ക്കാണ്. അവൻ കളിച്ചു വളർന്ന ആ പഴയ വീട് തന്നെയാണ്. ഒരു തീപിടുത്തത്തിൽ അച്ഛൻ മരിച്ചു പോയതായിട്ട് സിനിമയിൽ പറയുന്നു. എന്നാൽ ജോണി ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ്. അതേപോലെ തന്നെ ജോണി അന്വേഷിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് നമുക്ക് വഴിയേ പറയാം. അങ്ങനെ അച്ഛൻ്റെ മരണമൊക്കെ ജോണിയെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ആ ഒരു മൂകതയിൽ തന്നെയാണ് ജോണിയുടെ ജീവിതം കഴിഞ്ഞു പോകുന്നതും. അതുകൊണ്ട് തന്നെ ജോണിയുടെ കാമുകി ജോണിയെ വിട്ടുപോവുകയാണ്. അങ്ങനെ ഒരു ദിവസം വീടിന്റെ ബേസ്മെന്റിൽ നിന്നും ഒരു ഹാം റേഡിയോ ജോണിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആദ്യമൊക്കെ അതൊന്ന് വർക്കാക്കിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കുന്നില്ല. പിന്നീട് ഒരു പ്രത്യേക ദിവസം അത് ഓൺ ആവുന്നുണ്ട്. പിന്നീടുള്ള സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. അങ്ങനെ ചിത്രം ടൈം ട്രാവൽ എന്ന കൺസെപ്റ്റിലേക്ക് കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് സിനിമ ആരംഭിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ അത് സ്പോയിലർ ആകും. അതുകൊണ്ട് അത് പറയാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. എന്നാൽ അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് സംവിധായകൻ ഇൻജെക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു സൈക്കോ കില്ലർ. ഇപ്പോൾ ചിത്രം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി കാണണം. ഒരു വശത്ത് ടൈം ട്രാവൽ കൺസെപ്റ്റും ഒരു വശത്ത് സൈക്കോ കില്ലറും. പക്ഷെ വില്ലൻ നമ്മൾ വിചാരിച്ച പോലെയല്ല, കുറച്ച് ശക്തനാണ്. ടൈം ട്രാവൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്തരം സിനിമകൾ കണ്ടു പരിചയമുള്ളവർക്ക് അറിയാമായിരിക്കും. അതായത് പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അത് പ്രസന്റിലും പ്രകടമാവുന്നുണ്ട്. അങ്ങനെ ആ സൈക്കോ കില്ലറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛനും മോനും കൂടെ ശ്രമിക്കുന്നു. പക്ഷെ ഒരു കാര്യം എന്തെന്നാൽ അച്ഛനൊരു പോലീസ് ഓഫീസർ അല്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഫയർഫോഴ്സിലാണ്. അതുപോലെ തന്നെ ജോണിക്ക് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അച്ഛൻ മരിച്ചു എന്ന്. അപ്പോൾ അച്ഛനെ രക്ഷിക്കണോ, സീരിയൽ കില്ലറിനെ പിടിക്കണോ, അങ്ങനെ ഒത്തിരിയേറെ ത്രില്ലിംഗ് ഫാക്ടറുകൾ നിറഞ്ഞു പോകുന്നൊരു ചിത്രമാണ് ഫ്രീക്വൻസി. ചിത്രത്തിന്റെ പ്രധാന പോസിറ്റീവ് ചിത്രത്തിൽ തിരക്കഥ തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ സംവിധായകന് വിജയിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ചിത്രത്തിലെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനം. ടൈം ട്രാവൽ കൺസെപ്റ്റ് കൂടെ വന്നപ്പോൾ ആ ഒരു കാര്യം പൂർത്തിയായി, അല്ലെങ്കിൽ ഒരു ഭംഗിയായിട്ട് തന്നെ നമ്മുടെ മുന്നിലെത്തിക്കാൻ അഭിനേതാക്കൾക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ ചിത്രത്തിന്റെ ത്രില്ലർ ഫാക്ടറും തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ കോരിത്തെരിപ്പിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിത്രത്തിന്റെ രചനയ്ക്കും സംവിധായകനും സാധിക്കുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു കാണും. സിഗ്നൽ എന്ന കൊറിയൻ സീരീസിലും ഏറെക്കുറെ ഈ ഒരു രീതിയിൽ തന്നെയാണ് കഥയുടെ പോക്കും കഥയും എന്നൊക്കെ തന്നെ പറയാം. ഇത് 2000 ഇറങ്ങിയ ചിത്രമായതുകൊണ്ട് തന്നെ അതിനേക്കാളും മുമ്പ് വന്നതാണ്. എങ്കിലും സിഗ്നൽ തന്ന അതേ ത്രില്ലിംഗ് എഫക്റ്റ് ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരിക്കലും ഇതൊരു പഴയ സിനിമ ആണ് എന്നതുകൊണ്ട് ചിത്രത്തെ മാറ്റി നിർത്തില്ല. ചിത്രത്തിലെ നൈറ്റിംഗൽ മർഡറും അതുപോലെ തന്നെ ടൈം ട്രാവൽ കൺസെപ്റ്റ് എല്ലാം തന്നെ നമ്മളെ തുടക്കം തൊട്ട് അവസാനം വരെ തെല്ലടിപ്പിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ചിത്രം കാണാൻ വേണ്ടി ഒന്ന് പരിഗണിക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം.